എല്ലാവർക്കും ഗൾഫ് മാധ്യമം കുടുംബത്തിന്റെ വിഷു ആശംസകൾ. ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന സോക്കർ കാർണിവലിന്റെ രണ്ടാം പതിപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ ട്രാക്ക് ചെയ്യാൻ AI ക്യാമറകളുമായി റോയൽ ഒമാൻ പോലീസ്. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ വിഷുവിനെ വരവേൽക്കുവാൻ ഒമാനിലെ മലയാളികളും ഒരുങ്ങി. ലജീഷ് ചെറിയത്ത് പകർത്തിയ ദൃശ്യങ്ങളോടുകൂടി വിഷു വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തും വിഷു ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. നാളെ പ്രവൃത്തി ദിവസമാണ് എന്നത് ഒരു തരത്തിലും ആഘോഷത്തെ ബാധിക്കില്ല. മിക്ക സ്ഥാപനങ്ങളും മലയാളി ജീവനക്കാർക്ക് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട്. അല്ലാത്തവർ നാളെ ലീവെടുത്തും ആഘോഷം പൊടിപിടിക്കും. ദാർസൈറ്റിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതിരാവിലെ തന്നെ വിഷുക്കണി ദർശിക്കുവാൻ ആളുകളെത്തും. വിഷു കൈനീട്ടം നൽകിയും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയുമായിരിക്കും നാളത്തെ ദിവസം ആരംഭിക്കുക. ഇക്കഴിഞ്ഞ വാരാന്ത്യ അവധി ദിനങ്ങളിൽ തന്നെ വിഷു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ സന്തോഷം ഓരോ ആഘോഷത്തിലും ഒരുമയോടെ കൊണ്ടാടുകയാണ് മലയാളികൾ. വിഷു ആഘോഷിക്കുവാനായി കണിയും സദ്യയും ഒരുക്കുവാനുള്ള എല്ലാ വിഭവങ്ങളും നാട്ടിൽ നിന്നും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റുകൾ മത്സരിച്ചാണ് വിഷു ഓഫറുകൾ നൽകുന്നത്. കുടുംബവുമായി താമസിക്കുന്നവർ വീടുകളിൽ തന്നെ സദ്യ ഒരുക്കും. എന്നാൽ ബാച്ചിലേഴ്സ് ഹോട്ടലുകളെ തന്നെ ആശ്രയിക്കും. ഹോട്ടലുകളിൽ സദ്യക്കുള്ള ബുക്കിംഗ് നടക്കുന്നു. 3 റിയാൽ മുതലാണ് സദ്യക്കുള്ള നിരക്ക്. ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന സോക്കർ കാർണിവലിന്റെ രണ്ടാം പതിപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മസ്കറ്റിലെ കായിക കലാപ്രേമികൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സോക്കർ കാർണിവൽ ഏപ്രിൽ 17, 18 തീയതികളിലായി ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുക. ഈ 2 ദിവസങ്ങളിലും പ്രവേശനം സൗജന്യമാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത്, മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ആന്റണി വർഗീസ് എന്ന പെപ്പെ, കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ഡെയ്ൻ ഡേവിഡ്സ് എന്നിവർ ആഘോഷരാവിന് മാറ്റുകൂട്ടുവാനായി എത്തും. കെട്ടിലും മട്ടിലും ഏറെ പുതുമയോടുകൂടിയാണ് ഇത്തവണ സോക്കർ കാർണിവൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 16 ടീമുകൾ മസ്കറ്റിലെ സെവൻസ് ഫുട്ബോളിന്റെ കിരീടത്തിനായി ഒരു ഭാഗത്ത് പൊരുതുമ്പോൾ മറുഭാഗത്ത് രുചിമേളങ്ങളും കലാപ്രകടനങ്ങളുമായി ബൗഷർ ക്ലബ് സ്റ്റേഡിയം ആനന്ദത്തിൽ ആറാടും. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആഘോഷിക്കുവാൻ കഴിയുന്ന പരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഗൾഫ് മാധ്യമം റെസിഡന്റ് മാനേജർ അഫ്സൽ അഹമ്മദ്, മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്സ് റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ ഹാരിസ് ഷംസുദ്ദീൻ, ലുലു എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ ബിനോദ് കുമാർ ദാസ്, സോക്കർ കാർണിവൽ പ്രോഗ്രാം കൺവീനർ സൈദാലി ആദവനാട്, ഫുഡ്ലാൻഡ് റെസ്റ്റോറന്റ് ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് ഉസ്മാൻ ഫാസിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ ട്രാക്ക് ചെയ്യുവാൻ AI ക്യാമറകളുമായി റോയൽ ഒമാൻ പോലീസ്. ഒമാനിലെ വാഹനാപകടങ്ങളിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്. ഇതിനെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നൂതന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒമാനി റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ സജീവമാണെന്ന് റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ ഹമൌദ് അൽ ഫലാഹി അറിയിച്ചു. ഫോണുകൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്താൻ ഈ നൂതന ക്യാമറകൾക്ക് കഴിയും. ഇത് അധികാരികളെ തത്സമയം നിയമലംഘനങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് പുറമെ ഗതാഗതക്കുരുക്ക് നിരീക്ഷിക്കുന്നതിനും തിരക്കേറിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും താൽപ്പര്യമുള്ള വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനും ഈ സംവിധാനങ്ങൾ സഹായിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ വിപുലമായ പരീക്ഷണങ്ങൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്,
powered by Purushottam Kanji Exchange.